നവീൻ ബാബുവിന്റെ ദാരുണമായ മരണത്തിന് പിന്നിലെ യഥാർത്ഥ വില്ലന്മാരും ഗൂഢാലോചനകളും ഇനിയാണ് വെളിച്ചത്തു വരാൻ പോകുന്നതെന്ന കനത്ത വിശ്വാസത്തിലാണ് അദ്ദേഹത്തിന്റെ കുടുംബവും കേരളീയ സമൂഹവും. കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സിബിഐക്ക് വിടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കണ്ണൂരിലെ CPM കോട്ടകളെ പിടിച്ചുകുലക്കുന്ന വമ്പൻ സ്രാവുകളുടെ പതനത്തിലേക്ക് നയിക്കും. ഇതുവരെ PP ദിവ്യ എന്ന ഒരൊറ്റ പ്രതിയിലേക്ക് മാത്രം വിരൽ ചൂണ്ടുകയും അവരെ കേന്ദ്രീകരിച്ച് മാത്രം നീങ്ങുകയും ചെയ്ത ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും നാടകീയമായ അന്വേഷണങ്ങൾക്കാണ് ഇതോടെ ശാശ്വതമായ അന്ത്യമാകുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബം ഈ ദുരന്തത്തിന്റെ തുടക്കം മുതൽ ഉന്നയിച്ച കനത്ത ചോദ്യങ്ങളിലേക്ക് CBI തങ്ങളുടെ അന്വേഷണം തുടങ്ങുമ്പോൾ പാർട്ടിയിലെയും മറ്റു പല പ്രമുഖരുടെയും ഉറക്കം കെടുമെന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. നവീൻ ബാബുവിനെ ജീവനൊടുക്കുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ട ആ കൈക്കൂലി ആരോപണത്തിന് പിന്നിൽ കൃത്യമായ ഒരു മാഫിയ ഗൂഢാലോചനയുണ്ടെന്നതാണ് കുടുംബത്തിന്റെ ഏറ്റവും വലിയ പരാതിയും ആശങ്കയും. നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന പ്രശാന്തൻ എന്ന വ്യക്തിയുടെ പെട്രോൾ പമ്പ് യഥാർത്ഥത്തിൽ അവരുടെ ബിനാമി ഇടപാടാണെന്ന ചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമാകുന്നത്. വെറുമൊരു സർക്കാർ ആശുപത്രി ജീവനക്കാരൻ മാത്രമായ പ്രശാന്തന് കോടികൾ മുടക്കി ഒരു പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള സാമ്പത്തിക ശേഷി എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് ചിന്തിക്കാൻ വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. കണ്ണൂരിലെ ചില ഉന്നത CPM നേതാക്കളുടെയും അവരുടെ മക്കളുടെയും ബിനാമിയായി മാത്രമാണ് ഈ പ്രശാന്തൻ പ്രവർത്തിച്ചതെന്നാണ് കുടുംബവും നാട്ടുകാരും ശക്തമായി സംശയിക്കുന്നത്. ലോക്കൽ പോലീസ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഭയന്ന് വിറച്ചു തൊടാതെ വിട്ട ഈ ബിനാമി സാമ്രാജ്യത്തിന്റെ ആഴത്തിലുള്ള വേരുകൾ CBI തോണ്ടാൻ തുടങ്ങിയാൽ ദിവ്യയ്ക്ക് പിന്നിൽ അണിനിരന്ന കള്ളപ്പണക്കാരുടെയും രാഷ്ട്രീയ മാഫിയകളുടെയും വലിയൊരു സംഘം തന്നെ കേസിൽ പ്രതിപട്ടികയിലേക്ക് വരും. നവീൻ ബാബുവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു എന്നാണ് ദിവ്യയും അവരുടെ കൂടെയുള്ള സംഘവും കോടതിയിലും മാധ്യമങ്ങൾക്ക് മുന്നിലും നിരന്തരം തട്ടിവിട്ടത്. എന്നാൽ ആ പരാതി വ്യാജമായി പിന്നീട് നിർമ്മിച്ചതാണെന്ന സംശയം സംഭവത്തിന്റെ ആദ്യ നാളുകൾ തന്നെ ശക്തമായിരുന്നു. നവീൻ ബാബുവിനെ കുടുക്കാൻ വേണ്ടി ആസൂത്രിതമായി തയ്യാറാക്കിയ പരാതിയുടെ പിന്നിലെ യഥാർത്ഥ ബുദ്ധി കേന്ദ്രം ആരാണ് എന്നതിലേക്ക് അന്വേഷണം നീളേണ്ടതുണ്ട്. സെക്രട്ടേറിയറ്റിലെ ഏതുന്നതന്റെ കമ്പ്യൂട്ടറിലാണ് ആ പരാതി ടൈപ്പ് ചെയ്തതെന്നും അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആരെങ്കിലും ഇതിൽ നേരിട്ടോ അല്ലാതെയോ കൂട്ടുനിന്നിട്ടുണ്ടോ എന്നുമുള്ള ഞെട്ടിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പോലീസ് തയ്യാറായില്ല. എങ്കിലും ഡിജിറ്റൽ തെളിവുകളിലേക്ക് CBI അന്വേഷണം വ്യാപിപ്പിച്ചാൽ തിരുവനന്തപുരത്തെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണത്തിന് ചൂടെത്തുകയും വമ്പന്മാരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുകയും ചെയ്യും. നവീൻ ബാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സമയത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ പോലീസ് കാണിച്ച അനാവശ്യ തിടുക്കം തന്നെ അവരുടെ കള്ളക്കളിക്ക് വലിയൊരു തെളിവാണ്. അതിലും ഭീകരവും സംശയാസ്പദവുമായ കാര്യം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ കണ്ടെത്തിയ രക്തക്കറയെക്കുറിച്ച് പോലീസ് പുലർത്തിയ നിഗൂഢമായ മൗനമാണ്. ഇത് കേവലം മാനസിക വിഷമം മൂലമുള്ള ഒരു സാധാരണ ആത്മഹത്യ അല്ലെന്നും മറിച്ച് ഇതിന് പിന്നിൽ ക്രൂരമായ കൊലപാതകമോ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണയ്ക്കപ്പുറമുള്ള കടുത്ത ശാരീരിക പീഡനമോ നടന്നിട്ടുണ്ടെന്നതിന്റെ ശക്തമായ സൂചനയാണ് നൽകുന്നത്. രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി ലോക്കൽ പോലീസ് ബോധപൂർവം ചവിട്ടിപ്പിടിച്ച ഈ കറുത്ത തെളിവുകൾ CBIയുടെ വിദഗ്ധ ഫോറൻസിക് സംഘം വീണ്ടും പൊടി തട്ടിയെടുക്കുമ്പോൾ പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും തൊപ്പിത്തെറിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കേസ് CBIക്ക് വിടാനുള്ള നീക്കം അണിയറയിൽ ഒരുങ്ങിയപ്പോൾ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെന്ന് പറഞ്ഞ് CPM വലിയ തോതിൽ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. എന്നാൽ ആന്തരികമായി പാർട്ടി നേതൃത്വം ഭയപ്പെടുന്നത് മറ്റൊന്നിനെയുമല്ല, മറിച്ച് CBIയുടെ അന്വേഷണ വലയം ദിവ്യ എന്ന വെറും ഒരു കരുവിൽ മാത്രം ഒതുങ്ങാതെ പാർട്ടിയുടെ വൻ തോക്കുകളിലേക്ക് നീളുമോ എന്ന് തന്നെയാണ്. ഇത്തരം ബിനാമി ഇടപാടുകളും ഗൂഢാലോചനകളും CBIയുടെ ഔദ്യോഗിക ചാർജ് ഷീറ്റിൽ ഇടം പിടിച്ചാൽ കേരളം വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നത് കനത്ത നിയമ രാഷ്ട്രീയ പോരാട്ടങ്ങളാകും. വരും ദിവസങ്ങളിൽ കണ്ണൂരിലെ ചുവപ്പുകോട്ടകളെ CBI കൃത്യമായ തെളിവുകളോടെ പുകയ്ക്കുമെന്ന് ഉറപ്പായതോടെ സാധാരണക്കാരായ പാർട്ടി അണികളും കടുത്ത ആശയക്കുഴപ്പത്തിലും ആശങ്കയിലുമാണ് എത്തിപ്പെട്ടിരിക്കുന്നത്.